വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് ഹൈക്കോടതിയിൽ ആവർത്തിച്ച് സർക്കാർ. വിവിധ മുസ്ലിം വിഭാഗങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം നിർണ്ണയിക്കാതെയാണ് നിലവിലെ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് എന്ന് സർക്കാർ അറിയിച്ചു. അമുസ്ലിം പ്രതിനിധികളെ നിയോഗിക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രിയും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വർഗീയ പ്രചാരണം നടത്തിയെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. നേരത്തെ ഇതേ നിലപാട് സർക്കാർ സ്വീകരിച്ചത് വലിയ വിമർശന വിധേയമായിരുന്നു. ഹർജിക്കാരുടെ ഇംഗിതത്തിന് സർക്കാർ വഴങ്ങുകയാണ് എന്നുള്ള ആക്ഷേപമാണ് അന്ന് ഉയർന്നു വന്നിരുന്നത്. 2 അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തിയാൽ പോരെയെന്നായിരുന്നു ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കവേ ചോദിച്ചത്. ബോർഡ് പുനഃസംഘടന പൂർത്തിയാകുന്നതുവരെ ഇത്തരത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അമുസ്ലിങ്ങളായ 2 പേരെ ഉൾപ്പെടുത്താൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സർക്കാർ ഹൈക്കോടതിയെ വീണ്ടും അറിയിച്ചത്. അതേസമയം നിലവിലുള്ള വഖഫ് നിയമത്തിന്റെ 14(6) ചട്ടപ്രകാരം ആനുപാതിക പ്രാതിനിധ്യം നിർണ്ണയിക്കാതെയാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളെ നിയമിച്ച് അപാകത പരിഹരിക്കാം എന്നുള്ള വാദം പൂർണ്ണമായും നിലനിൽക്കുന്നതല്ല എന്നും സർക്കാർ അഭിപ്രായപ്പെട്ടു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സർക്കാർ വഖഫ് ബോർഡ് പുനഃസംഘടന നടത്തിക്കൂടെ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. കേസുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും 3 ആഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണം. 1 മാസത്തിന് ശേഷം ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം വഖഫ് ബോർഡ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വർഗീയ പ്രചരണം നടത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. ഹൈക്കോടതിയിൽ ഹർജി തള്ളണമെന്നായിരുന്നു സർക്കാർ നിലപാട് സ്വീകരിച്ചത്. 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ വയ്ക്കാമെന്ന് നേരത്തെ നിലപാടെടുത്ത ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്, മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ ഹർജി തള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബോർഡിൽ അമുസ്ലിം പ്രതിനിധികളെ വെക്കേണ്ടി വരും. പാർലമെന്റ് പാസാക്കിയ നിയമമാണിത്. ഇതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. അതിനാൽ കോടതി ഉത്തരവ് പാലിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വഖഫ് ബോർഡിന്റെ അർദ്ധ ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾ തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.